ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല മധുരമുള്ളൊരു മധുരപ്പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരപ്പച്ചടി, പഴം കൊണ്ടുള്ളൊരു മധുരപ്പച്ചടിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മൈസൂർ പഴം, നല്ല പഴുത്ത മൈസൂർ പഴം ഒരു 5 ഇതുപോലെ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്തതായിരിക്കണം, കറയുള്ളതൊന്നും എടുക്കരുത്. അപ്പം ഇതുപോലെ പഴുത്തതായിരിക്കണം 5. അപ്പം നമ്മളൊരു ചട്ടി ഇപ്പോൾ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പഴം ഇതുപോലെ മുറിച്ചെടുത്തത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ഗ്ലാസ് വെള്ളം. അപ്പോൾ പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ചായിരിക്കണം വെള്ളം നമ്മൾ ചേർക്കേണ്ടത്. പഴത്തിന് അത്ര വലിയൊരു വേഗമൊന്നുമില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റിൽ തന്നെ പഴം പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരുപാട് വെന്ത് പോകണ്ട. നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വെള്ളം നമ്മൾ പഴുത്ത പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതാ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ ഇത്രേ വെള്ളമേ വേണ്ടുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഉപ്പാണ്. ഒരു 1/2 സ്പൂണോളം ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റിയാണ്. പഴം കൊണ്ട് ആരും മധുരപ്പച്ചടി ചെയ്ത് നോക്കിയതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് വേറെ കുറച്ച് പണിയുണ്ട്. ഇതിപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങ ചിരവി വെച്ചതാണ്. ഇത്രയും മതി. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. 1/2 മുറി തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ നമ്മൾക്കിതിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മൾക്ക് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ 1/2 സ്പൂണോളം ജീരകം വേണം. 1/2 സ്പൂണേ വേണ്ടുള്ളൂ. ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, ഇവിടെ ഇപ്പം ഞാൻ 1/2 ഗ്ലാസോളം തൈര് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തൈരിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ തേങ്ങയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം അരച്ചെടുക്കണം. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ തിളച്ചെടുക്കുന്ന നമ്മുടെ പഴം ഇപ്പോൾ ഏതാണ്ടായിട്ടുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞളിട്ട് കൊടുക്കണം. മഞ്ഞളും കൂടെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യം വേഗമായിട്ടുണ്ട്. ഈ പഴത്തിന് നല്ല മധുരമാണ്. മൈസൂർ പഴം പഴുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തൈരും തേങ്ങയും എല്ലാം കൂടെയുള്ള കൂട്ട് അരച്ചെടുത്തത് ഇനി ചെറിയ തീയിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏതാണ്ടായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വരണം. നമ്മൾ തേങ്ങ ഒന്ന് തിളച്ച് വരണം, ഇല്ലെങ്കിൽ നമ്മളിത് നാശമായി പോവും. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് ഞാനൊരു 1/4 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മധുരം എരിവൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എക്സ്ട്രാ ഇതിലൊരു മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം തിളയൊക്കെ വന്ന് ഇനി നമ്മൾക്ക് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലും ഇതുപോലെ തിളച്ചിട്ടിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ്. ഒരു 6 മുന്തിരി, ഇതുപോലെ കറുത്ത മുന്തിരി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത്
മധുരപ്പച്ചടി ആയതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സാധാരണ ഈ പഴം വെച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കിതിൽ കമൻറ്റ് ചെയ്യണേ. ഇനി സദ്യയ്ക്കൊക്കെ നമ്മൾക്ക് മധുരപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിളോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും തന്നെ തിരഞ്ഞു പോവേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള പഴം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഇതൊന്ന് താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുകും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും എസ്പെഷ്യലി സദ്യ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിൽ താളിച്ചിടുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റിനെ കൊണ്ടുപോകുന്നതിൽ പ്രധാനമായിട്ടും താളിച്ചിടുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇതാ ഞാൻ മുളക് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മധുരപ്പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ മധുരപ്പച്ചടി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കാണാനും വളരെ ഭംഗിയാണ് നമ്മുടെ മധുരപ്പച്ചടി. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആരും തന്നെ മധുരപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കടയിലേക്കൊന്നും ഓടിപ്പോകണ്ട. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണുന്ന പഴം, മൈസൂർ പഴം കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിതിൽ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നമ്മൾക്ക് ഈ കറുത്ത മുന്തിരി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പഴം മാത്രം വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മധുരപ്പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.